മനസ്സ അതിക്രൂരമായ ഒരു തട്ടിപ്പ് നടത്തി ആ മനുഷ്യൻ ഒരു നിവൃത്തിയുമില്ലാതെ ജീവിതം അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു നടക്കുകയാണ് ക്യാൻസർ വന്നിട്ട് ശശി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന്. എത്ര ക്രൂരമായിട്ടാണ് ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം ഓരോ വിഷയങ്ങളിലും ഇടപെടുന്നത്? എന്തൊക്കെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ വിശദമാക്കിയത്? മാനസ. തീർച്ചയായും ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഭീമമായ ഒരു നിക്ഷേപ തുക തന്നെയാണ് ആനാട് ശശി ഈ മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. അത് തിരികെ ലഭിക്കാത്തതിലുണ്ടായ മനോവിഷമമാണ് ആത്മഹത്യക്ക് നയിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ തുടക്കം മുതൽ തന്നെ വാർത്തയിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെയും തന്നെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് അവിടെ നടത്തിയത് എന്നതാണ് ഭാര്യ ലത ഇപ്പോൾ തുറന്നടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അദ്ദേഹത്തിന് ക്യാൻസർ രോഗം പിടിപെട്ടെന്നും അത് കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടുവെന്നും പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിട്ടുള്ളത്. തീർത്തും വേദനാജനകമാണ്. മാത്രമല്ല അത്തരത്തിലൊരു പ്രവൃത്തി തീർത്തും ശരിയായില്ല എന്ന് തന്നെ തുറന്നടിക്കുന്ന, അതായത് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ഒരു പ്രതികരണം നടത്തുന്ന ഭാര്യയെയാണ് നമുക്ക് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിച്ചത്. തീർച്ചയായും ഇത്തരത്തിൽ ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ വിഷമം വന്നതിന് പിന്നാലെ ആത്മഹത്യ ചെയ്തോ അദ്ദേഹം മരണപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ മരണത്തിന് ശേഷവും വേട്ടയാടുന്ന ഒരു സ്ഥിതി ഇത്തരത്തിൽ പ്രാദേശിക നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും ഈ ഒരു ബാങ്കിനെ കൂടി ഒന്ന് രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ബാങ്കിന്റെ പേര് കളങ്കപ്പെടുത്താതെ ഇരിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് അത്തരത്തിലുള്ള ഒരു പ്രചരണം എന്നും നമുക്ക് കാണേണ്ട ഒരു സ്ഥിതി തന്നെയാണ് ഈ പ്രതികരണത്തിലൂടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മുൻ പ്രസിഡന്റ് മോഹനൻ നായരും ചില ആളുകളും വളരെ നിരന്തരമായി നിർബന്ധിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ നിക്ഷേപ തുകയായി, അതായത് 50 വർഷത്തെ സമ്പാദ്യം എന്നാണ് ഭാര്യ പറയുന്നത്. അപ്പോൾ തന്നെ ആലോചിക്കാൻ പറ്റും എത്രത്തോളം ഭീമമായ ഒരു തുകയാണ് എന്നുള്ളത്. ഏകദേശം 1.69 കോടി രൂപയോളം ഈ ആനാട് ശശിക്ക് മാത്രമായി ആ ബാങ്കിൽ നിന്നും തിരികെ നൽകാനുണ്ട് എന്നതാണ് മനസ്സിലായത്. അതിൽ ഒരു പൈസ പോലും തന്നെ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന്, അതായത് പലിശ പൈസ പോലും നൽകിയിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ ഭാര്യയുടെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ്, അതായത് ഇനി എന്താണ് മുന്നോട്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അത്രയ്ക്ക് മാനസിക വിഷമം ഉണ്ടായിരിക്കുന്നത്. അത് കാരണമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതാണ് ഭാര്യ പറയുന്നത്. മാത്രമല്ല മുൻ പ്രസിഡന്റ്, അതായത് മോഹനൻ നായർ, ഇത്തരത്തിൽ മോഹനൻ നായർ സൂചിപ്പിച്ചത് തിരികെ പൈസ ലഭ്യമാക്കും എന്നതായിരുന്നു. അതായത് എത്രത്തോളമാണോ നിക്ഷേപ തുക നൽകിയത് അതൊക്കെയും തന്നെ തിരികെ നൽകും എന്ന വാഗ്ദാനം മോഹനൻ നായർ നൽകിയിരുന്നു. പക്ഷേ ആ വാഗ്ദാനം നൽകി ഏതാനും ദിവസങ്ങൾക്കകം മോഹനൻ നായരും മരണപ്പെടുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതും അദ്ദേഹത്തെ വളരെ മാനസികമായി തളർത്തി എന്നതാണ്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആനാട് ശശിയും ആത്മഹത്യ എന്ന മാർഗം സ്വീകരിച്ചത്. പിന്നീട് ആത്മഹത്യയിലേക്ക് പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം, അല്ലെങ്കിൽ അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സയിലാണ്, അത് കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചില പ്രാദേശിക നേതാക്കൾക്കിടയിൽ ഉയർന്നു വരുന്നതും അത് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നതും. മാത്രമല്ല ഇത്തരത്തിൽ സഹായം അഭ്യർത്ഥിച്ച്, അതായത് നിക്ഷേപ തുക തിരികെ ലഭിക്കാൻ ആവശ്യപ്പെട്ട നിരവധി നേതാക്കൾക്ക് മുന്നിൽ ഇവർ പോയിട്ടുണ്ട്. 2 നേതാക്കളെ നേരിട്ട് പോയി കണ്ടു എന്നും ഭാര്യ ലത വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ആ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവായ ഒരു മറുപടി തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും പറയുന്നു. തീർച്ചയായും ഇത്തരത്തിൽ വലിയ തുക നിക്ഷേപിച്ച ഒരാൾക്ക് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം, അതോടൊപ്പം തന്നെ മുൻ പ്രസിഡന്റ് ആയിരുന്ന മോഹനൻ നായർ ആത്മഹത്യ ചെയ്യുന്നു. അതിന് പിന്നാലെ കോൺഗ്രസ് ഭരണസമിതിയാണ് അവിടെ നേതൃത്വം, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് അത്. അപ്പോൾ കോൺഗ്രസ് നേതാക്കളോട് തന്നെ നേരിട്ട് പോയി സഹായം അഭ്യർത്ഥിക്കുന്നു, ഇത്തരത്തിലുള്ള പൈസ അല്ലെങ്കിൽ തന്റെ നിക്ഷേപ തുക തിരികെ ലഭ്യമാക്കണമെന്ന്. അപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു കാണേണ്ടത്. അതും കൂടുതൽ മാനസിക തളർച്ചയിലേക്ക് നയിച്ചു എന്ന് തന്നെയാണ് ഭാര്യ സൂചിപ്പിച്ചത്.